വൈകുന്നേരം ചായയോടെയൊക്കെ കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കെട്ടുമാണ്ടൊക്കെ എടുത്ത് ആ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഞങ്ങളെ യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ്. ഓനെ പഠിപ്പിക്കാനാണ് പോണെങ്കിലും ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി ഇതായി ഈ സാധനത്തിനാണേ. കുറച്ച് നേരമൊക്കെ ഓൻ്റെ കൂടെ കൂടിയിരുന്ന് ഇവിടുന്ന് ഇങ്ങനെ പഠിക്കണമൊക്കെ കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും കേട്ടോ. ഗൈസ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? തുമ്പി പറഞ്ഞു കൊടുക്കുക, എന്ത് ചെയ്യാൻ പോവാ? ഓള് പഠിക്കുകയാണ് ഗൈസ്. നമുക്ക് എക്സാം ഉണ്ടോ ഇന്ന്? പഠിക്കും. അംഗൻവാടിയിൽ പനി ആയതുകൊണ്ടൊക്കെ പോവാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് പോകുന്നവരെ കുട്ടി വീട്ടിൽ നിന്ന് റിവിഷൻ ചെയ്ത് പഠിക്കുകയാണ് അല്ലേ? ഒന്ന് സഹായിച്ചതാ, ഒന്ന് ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. ചെയ്യടാ എക്സാമിന് പഠിക്ക്. ഓക്കെ, അതിന് വീഡിയോ വീഡിയോ ഓഫ് ആക്കിട്ടോ അവള് പഠിക്കാൻ പോവാ. ഓക്കെ ഗൈസ്, അല്ലൂസിന് റിവിഷൻ ടൈം ആണ് അല്ലേ? എക്സാം ആണ് വരുന്നത്. മാർച്ച് പകുതിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അപ്പത്തേക്കും ഞങ്ങൾ ഇങ്ങനെ പഠിച്ചതൊക്കെ ഇപ്പൊ മാർച്ചിലുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാണ്. കുറേ ടൈം അങ്ങനെ ഇരിക്കാൻ എനിക്ക് നടക്കില്ല. അതുകൊണ്ട് ബുക്കിനൊരു കുറവുമില്ല, ഈ പഠിച്ചാൽ മതി. എല്ലാ ദിവസവും കൊണ്ടുപോയി ഓരോ സാധനം കളഞ്ഞു വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബോക്സോട് കൂടി അവിടെ വെച്ച് വന്നെന്നാണ് പറഞ്ഞത്. ബോക്സും ഇല്ല, പെൻസിലും ഇല്ല, ഒന്നുമില്ല. അല്ലോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതൊക്കെയാ? മലയാളം, മാത്സ്. അല്ലൂസിന് ഏറ്റവും ഇഷ്ടം മലയാളവും മാത്സും ആണ്. തുമ്പിക്കോ ഏതാ ഇഷ്ടമായ സബ്ജക്ട്? ഏതാണ്? അംഗനവാടിയിൽ നിങ്ങൾക്ക് സബ്ജക്ട് ഒക്കെ പഠിപ്പിച്ചണോ? ഒന്നും ഇല്ലാന്ന് പറയില്ലല്ലോ. ഏത് സബ്ജക്റ്റാ ഇഷ്ടം? ഈദ്. മനസ്സിലായോ? ഈദ്. ഇംഗ്ലീഷ് ആണോ? എന്നാ പിന്നെ അതിൽ ഒപ്പിക്കാന്ന്. ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ചേ നോക്കട്ടെ. വാട്ട് ഈസ് യുവർ നെയിം? യെസ് അല്ല, മൈ നെയിം ഈസ് ധ്രുപാർത്തി. ഉണ്ടോ? മൈ നെയിം ഈസ് ധ്രുപാർത്തി. അപ്പൊ തുമ്പിന്റെ എന്താ? മൈ നെയിം ഈസ് ഓ, കഷ്ടപ്പാട് തന്നെയാ അല്ലേ പേര് പറയാൻ. വാട്ട് ആർ യു ഡൂയിങ്? എന്ത് ഞങ്ങൾ അങ്ങോട്ട് മാനേജ് ചെയ്യും അല്ലേ മോളെ? എക്സ്പ്രഷൻ ഇട്ട് മാനേജ് ചെയ്യും. മൂത്ത കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇളയവരും അതിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലേ? അല്ലുട്ടം പഠിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ തുമ്പീനോട് വെച്ചാൽ തുമ്പിയും പറഞ്ഞു തരും കേട്ടോ. ആദ്യമൊന്നും അല്ലു അധികം നേരം ഒന്നും ഇരുന്ന് തരൂല കേട്ടോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ കുറച്ചൊക്കെ ഞാൻ പറയണ കേട്ടിരിക്കും. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തെ ഞാനും തുമ്പി തെറ്റിയതാ കണ്ടില്ല. കയ്യിലും കാലിലും ഒക്കെ ഫുള്ള് വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് പോയി ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. ബൈ.